നമസ്കാരം സ്വാമി. നമസ്കാരം. ഈ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ആ. അങ്ങേയറ്റത്ത് സൂക്ഷ്മതയോടെ സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിന്ന് സ്വാമിജിയോട് ചോദിക്കാൻ തോന്നുന്ന ഒരേ ഒരു കാര്യം, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് രാഷ്ട്രീയം. അപ്പോൾ നമ്മുടെ പൊതുജീവിതത്തിലെ രാഷ്ട്രീയത്തെ, അതിൻ്റെ വർത്തമാനത്തെയും ഭാവിയെയും അങ്ങ് എങ്ങനെയാണ്, കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് രാഷ്ട്രീയത്തിനൊരു മാനമുണ്ടല്ലോ, അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവിക്ക് രാഷ്ട്രീയം അനിവാര്യമാണ്. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ പോക്ക് കണ്ട് അങ്ങയെപ്പോലൊരാൾ, അങ്ങയുടെ ഒരു സൂക്ഷ്മ നിരീക്ഷണം കേൾക്കാൻ താല്പര്യമുണ്ട്. ആക്ച്വലി ഞാൻ അങ്ങ് സാറിനോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു രാഷ്ട്രീയ ആത്മീയവാദിയാണ് എന്നുള്ള കാര്യം ആദ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. നമ്മളൊരു പരിവർത്തനം വരുന്നത് പലതിൻ്റെ അനുഭവത്തിലൂടെയാണ്. രാഷ്ട്രീയ ആത്മീയവാദി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തോട് അഫിനിറ്റി ഇല്ല എന്ന കാരണം കൊണ്ടല്ലേ? സത്യത്തിൽ സാർ, ഒരു ആത്മീയവാദിക്ക് രാഷ്ട്രീയം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സഹജീവികളുടെ ക്ഷേമത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ള, കൺസേണുള്ള ഏതൊരു ആത്മീയവാദിയും ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ അനിമലാണെന്നാണ്. അല്ലാതെ കെയറിങ് ആൻഡ് ഷെയറിങ് അതേഴ്സ് എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിൽ നോക്കിയാലും അത് വേണമെന്നുള്ളത്. പക്ഷേ അവിടെ ഈ ഒരു പാർട്ടി ആധിപത്യത്തിലേക്ക് മനസ്സിലായില്ലേ? അത് ഈ ജനാധിപത്യം എന്നാലും പാർട്ടി ആധിപത്യത്തിലേക്ക് വരുമ്പോഴാണ് ജനാധിപത്യത്തിൽ നിന്ന് അത് മാറിപ്പോകും. അപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളുടെ കാര്യം നോക്കിയാലും അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പണ്ട് ഈ കമ്മ്യൂണിസത്തെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരത്താണെന്ന് അറിയാമല്ലോ സാർ. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഒരു സോവിയറ്റ് കൾച്ചറിൻ്റെ ഒരു തിയേറ്ററുണ്ട്. എനിക്ക് സിനിമയായിട്ട് കുറച്ച് ചെറുപ്പത്തെ തന്നെ ഞാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഈ അവിടെ വെള്ളിയാഴ്ചകളിൽ എപ്പോഴും ഒരു ഷോകൾ കാണിക്കും. അപ്പോൾ അത് കോമഡി ഉള്ള ചില നോർമൽ ഹാഡി പോലുള്ള ചില സാധനങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്യുമെൻ്ററി കാണിക്കും. ഈ എന്താണ് സോവിയറ്റ് കൾച്ചറിൻ്റെ, അവരുടെ ഒരു കൾച്ചർ കാണിക്കുന്ന, സോവിയറ്റ് യൂണിയൻ്റെ ഒരു കൾച്ചർ കാണിക്കുന്ന. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ വല്ലാതെ ആകർഷണമായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രീതി മുഴുവൻ നമ്മുടെ പോലെയല്ല. ഓരോ കുട്ടികൾക്കും അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം നടത്തുന്നതും, പിന്നെ എല്ലാവരും സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നതും ഒക്കെ ഉള്ള ഓരോ മാറി 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 ഓരോ ആഴ്ചകളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കമ്മ്യൂണിസം എന്തോ ഒരു വലിയൊരു സാധ്യതയാണെന്നും ഉള്ളൊരു മനസ്സിലാക്കുന്നത്. പിന്നീട് കുറച്ചുകൂടെ നമ്മൾ വളർന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഏകലോക സംവിധാനത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്നു. നല്ല സ്വപ്നമല്ലേ? ഏകലോകം എന്ന് പറയുമ്പോൾ ഈ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും ഒരു 50% റവന്യൂവും ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്നത് മാറ്റി മനുഷ്യന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്നുള്ളൊരു വലിയ സ്വപ്നത്തിലേക്ക് നമ്മളൊക്കെ വരുന്നത്. അപ്പോൾ ഗുരുദത്തീനെ കണ്ടപ്പോഴും അദ്ദേഹം അത് ഇങ്ങനെ പ്രീച്ച് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്വീകരിക്കുകയും പിന്നെ മറ്റേ ഇത്തരം പ്രവർത്തനങ്ങളോട് വളരെ താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടി ആധിപത്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ജനാധിപത്യം അവിടെ ഇല്ലാതെ ആകുന്ന ഒരു അവസ്ഥ വരും, അല്ലേ? ശരിയല്ലേ? അത് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് സാറേ, ഒരു ആശയം, ഇപ്പോൾ ഒരു പാർട്ടിയിലെ ഒരു മെമ്പർഷിപ്പ് എടുക്കാതെ, ഇപ്പോൾ സാറിന് ഇപ്പോൾ യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, സാറിന് ഒരു MLA ആവാനോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും പാർട്ടിയുടെ ഒരു വിധേയപ്പെട്ട് നിൽക്കേണ്ടി വരും. ഏതെങ്കിലും മാത്രമേ കഴിയുമെന്നുള്ളൊരു അവസ്ഥ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ പ്രതിനിധിയായിരിക്കുമല്ലോ ജനാധിപത്യത്തിൽ വരുന്നത്. അപ്പോൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എല്ലാവരും വലിയ വിദ്യാഭ്യാസവും ബുദ്ധിജീവികളും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന കാര്യമായിരിക്കും ജനാധിപത്യത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും ഈ രാജാധിപത്യത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചതാണ്, നമ്മുടെ സേവനം അനുഷ്ഠിക്കേണ്ട പല നേതാക്കന്മാരും എന്ത് സംഭവിച്ചു, രാജാക്കന്മാരെ പോലെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. സ്ഥാനങ്ങളിലിരിക്കുന്നവർ അവർ ജനത്തെ സേവിക്കല്ലേ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ മന്ത്രിമാരുടെ എല്ലാം കടമയതല്ലേ. പക്ഷെ അവർ പഴയ രാജാക്കന്മാരുടെ ഒരു ഹാങ് ഓവർ കൊണ്ടാണ് നിൽക്കുന്നതായിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം, ഒരു ആശയത്തിന്റെ ബലത്തിൽ നിൽക്കേണ്ട സംഗതികളെ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കി സ്ഥാപനമാക്കി മാറ്റുന്നു എന്നല്ലേ? ഇത് നമുക്ക് രാഷ്ട്രീയക്കാരെ കുറിച്ച് മാത്രം പറയാവുന്ന ഒരു കുറ്റമാണോ സാർ? ആത്മീയ രംഗത്തും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്?
ഒരാശയത്തിന്റെ തലത്തിൽ നിന്ന് ഇതൊക്കെ സ്ഥാപനങ്ങളായി തീരുന്നു. ഒരു സ്ഥാപനങ്ങളാകുമ്പോൾ രണ്ട് അപകടങ്ങൾ വരും. ഒന്ന്, അതിന് അധികാരം ഉണ്ടാവും, മറ്റൊന്ന് അതിന് ആസ്തിയും ഉണ്ടാവും. ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടായി തരുമ്പോൾ ഈ രണ്ട് സാധനവും ദൈവവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് രണ്ടും ഉണ്ടായി, പക്ഷേ ഇത് രണ്ടും ഇല്ലാതെ ഒരു സ്ഥാപനവും അല്ല. ഇതിനകത്ത് വേറൊരു സംഗതി എന്ന് പറയുന്നത്, ഈ അധികാരം എന്ന് പറയുന്ന ഒരു ആത്മീയ സ്ഥാപനത്തിലെ അധികാരം എന്ന് പറയുന്നത് ചെറിയൊരു അധികാരമല്ലേ ഉള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഭരിക്കാനുള്ള ഒരു അധികാരം ജനത്തിന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ നേടിയെടുക്കുകയാണ്. നമ്മുടെ വലിയ എൻ്റെ മതത്തിലൊക്കെ സാർ ഈ പുരോഹിതന്മാർ ഓരോരുത്തർക്കും ഓരോ സമുദായ സംഘടനകളാണ്. ഇപ്പം ഞങ്ങളെ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ സാറിന് അറിയായിരിക്കും, ഓരോരുത്തർ ഇപ്പോൾ സുന്നിയിൽ പ്രബലമായ 4 സംഘടനകളുണ്ട്. സുന്നിയിൽ മാത്രം. മുജാഹിദിൽ ഇതുപോലെ 3 പ്രസ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ പ്രസ്ഥാനത്തിനും വലിയ നേതാക്കന്മാരുണ്ട്, അവർക്കൊക്കെ വലിയ വോട്ട് ബാങ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികാരം ഇവർക്കൊക്കെ വിധേയപ്പെട്ടുന്നതാണ്. അപ്പൊ എല്ലാ കാലത്തും ഇതായിരുന്നു പ്രശ്നം. കാരണം ഈ അശോകന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്? ബുദ്ധമതത്തെ എന്താണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തെങ്കിൽ എന്താണ്, അത് രാജാവായതുകൊണ്ടാണ് ചെയ്തത്. അടുത്ത കാലഘട്ടത്തിൽ പുഷ്യപുത്ര സിംഹം വരുമ്പോഴത്തേക്ക് വീണ്ടും ഹിന്ദുമതത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ചെയ്തു. നമുക്ക് ഇതേ സാധനം നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് പണ്ടത്തെ പൊളിറ്റിക്സ് നോക്കുമ്പോഴത്തേക്ക് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മാണി സാറുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പം വെള്ളാപ്പള്ളി മറ്റൊരു ജാഥയെ മാത്രം ഏറ്റെടുത്തിട്ട് അതിൻ്റെ എന്താണ് അപ്പോസ്റ്റലായിട്ട് മാറിക്കൊണ്ട് അതിൻ്റെ വക്താവായിട്ട് മാറി. ഈ തരത്തിൽ ജാതിയെയും മതത്തിനെയും എല്ലാം തന്നെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അധികാരത്തിന് വേണ്ടിയിട്ട് മാറ്റുന്ന ഒരു ഒന്നാണ്. പക്ഷേ ഈ അധികാരത്തിലേക്ക് മാറ്റുന്നത് മാത്രമല്ല പ്രശ്നം. നമ്മൾ ജനാധിപത്യം നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു ഇതിൻ്റെ പിന്നിൽ ഒരു മാഫിയയും കൂടി ഇവർ വളർത്തുന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇവരുടെ എന്താണ് ആധിപത്യത്തെ മാഫിയ എന്ന് പറയുന്നത് വിത്തിൻ ദി പാർട്ടിയാണോ അതോ ഈ ഇൻട്രാ പാർട്ടീസ്? അത് അടുത്ത സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം ഒരു ഏത് സംഘടനയിൽ നമ്മൾ പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെതിരായിട്ട് പ്രവർത്തിക്കുന്നിരിക്കട്ടെ, ഇപ്പം നമ്മൾ എതിർവശത്തുള്ളവർ മാത്രമേ നമ്മുടെ ശത്രുക്കളാവുകയുള്ളൂ. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. ഉള്ളിൽ തന്നെ നമ്മളുടെ മുതുകാൽ വെട്ടുന്ന ഒരു വിഭാഗം ഉണ്ടാവുന്നുണ്ട് അകത്ത്. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിലേക്ക് എത്താനായിട്ട് പരസ്പരം എന്താണ് പണിയുന്ന ഒരേ പാർട്ടിയിൽ തന്നെ ഒരുപാട് മാഫിയകൾ വരും. അപ്പൊ ഈ ആർക്കാണ് മാഫിയുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കാണ് ധനാധിപത്യം ഉണ്ടാക്കാനായിട്ട് ധനം സമാഹരിക്കാനായിട്ടുള്ള കഴിവുള്ളവൻ? വേറൊരു അപകടം കൂടി കൂട്ടത്തിലുണ്ട് സാർ. ഇങ്ങനെ ഒരു പാർട്ടിക്കകത്ത് പരസ്പരം വൈരവും കച്ചവടവും പോരാട്ടവും നടത്തുന്നവര്, ഇതിന്റെ പുറമെ എല്ലാ കക്ഷികളിലെയും ഇത്തരം മാഫിയ താല്പര്യമുള്ളവർ ചേർന്നിട്ട് ഒരു എക്സ്ട്രാ വേറൊരു വന്നിട്ട് അവരെ നിർണ്ണയിക്കും ആരായിരിക്കണം അടുത്ത ഇതാണ്. അപ്പൊ അവിടെയാണ് ജനാധിപത്യത്തിന് ഇവിടെ എന്താണ് പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ അവിടെയാണ് കുറച്ചുകൂടെ ഉയർന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മെറിറ്റോക്രസി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി വരേണ്ടതായിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്ന കാര്യം. പക്ഷേ ഒരു വളരെ കാലം മുമ്പ് അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു യോഗ്യനായിട്ടുള്ള ഒരാളായിരിക്കണം ഇതാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. ഏതെങ്കിലും മേഖലയിൽ ഒരു ഉന്നത നിലവാരത്തിലെത്തിയ ഒരു മനുഷ്യനെ അധികാരമേൽപ്പിച്ചാൽ അവൻ അഴിമതിക്ക് നിന്ന് വിരുദ്ധനായിരിക്കുമെന്നുള്ളത് തത്വമാണ്, അല്ലേ? ഇതൊന്നും ഇല്ലാത്ത ഒരാള് എന്താണ് അധികാരത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ഇല്ലായ്മയുടെ പ്രശ്നം മാത്രം അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നേരത്തെ പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കാനും നിലനിർത്താനും വരുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കേരള പൊളിറ്റിക്സിലേക്ക് വന്നാൽ സാറിന്റെ നിരീക്ഷണത്തിൽ എന്താണ് ഇപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ മാഫിയ ഉണ്ട്, വസ്തുതയാണ്. ആ മാഫിയെ മറികടന്നുകൊണ്ടുള്ള ഒരു ജനമനസ്സ്, ഒരു പുതിയ സിവിൽ പൊളിറ്റിക്സ് എല്ലാ പാർട്ടികളോടുള്ള ഒരു റബൽ ചിന്ത പോലെ വരുന്നില്ല എല്ലാ പാർട്ടിക്കകത്തും. അതുപോലെ ഇപ്പം ഒരു ഉദാഹരണം, ഞാൻ ലേറ്റസ്റ്റ് ഉദാഹരണം, ഇപ്പോൾ VS വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്ന ഒരു വലിയ ജനമുണ്ടല്ലോ, മാസ്. അവരുടെ ഓരോ വാക്കും ഓരോ മുദ്രാവാക്യവും ഒരു ആവേശവും അവരുടെ മുഷ്ടിയും ഒക്കെ CPM ഉൾപ്പെടെയുള്ള നിലനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും അതിൻ്റെ സംസ്കാരത്തിനും എതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണല്ലോ. ഞാൻ പറയുന്ന അമർഷത്തിന്റെ ഒരു ചരമഗീതമായിട്ടാണ് എനിക്ക് ഇന്നലെ അത് മുഴുവൻ കേട്ടുകൊണ്ടേ ഇരുന്നപ്പോൾ തോന്നിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിന്ത, ഒരു റബൽ ചിന്ത ഓരോ പാർട്ടിയുടെ അനുഭാവികൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട് എന്ന് സാർ കരുതുന്നുണ്ടോ? ഈ റബൽ ചിന്തയുടെ പിന്നിൽ ഒരു മാഫിയോടെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ അവർ പുറകിൽ നിന്നിട്ട് ചെയ്യിപ്പിക്കുന്നതായിട്ട് മാറിയല്ലോ. ഇപ്പോൾ സാറ് പറഞ്ഞ ഈ എന്താണ് VS അനുകൂലികൾക്ക് കൊണ്ടുവരുന്നത് മറ്റൊരു മാഫിയ ആണെങ്കിലോ, അവിടെയാണ് വല്ലാത്തൊരു പ്രശ്നം വരുന്നത്. ഇവിടെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള. അവിടെയാണ് നമ്മൾ എന്തെങ്കിലും
ഇപ്പം ഞാനൊക്കെ ഈ മറ്റേ എന്താണ് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു എന്താണ് ഒരു അപ്രസക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണാനുള്ള കാര്യം വളരെ കാലം മുമ്പ് നമ്മൾ ഈ ONV കുറിപ്പ് പരാജയപ്പെട്ടപ്പോഴാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തുന്നത് ഞാൻ ആലോചിച്ചു. ONV തോറ്റു, മാധവിക്കുട്ടി തോറ്റു, എന്തുകൊണ്ട് ഒരു യോഗ്യനായിട്ടുള്ള ആളിനെ തിരഞ്ഞെടുക്കുന്നില്ല? അവിടെയാണ് ഇതിന്റെ ഒരു എന്താണ് മിനിമം യോഗ്യത, ഒരു മെറിറ്റോക്രസി അങ്ങോട്ടാണ് സാർ. അതെ, അങ്ങനെ ആവുമ്പോ ജനപ്രതിനിധിക്ക് ഒരു മിനിമം യോഗ്യത ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരാളെ നമുക്ക് പാർട്ടികൾക്കകത്ത് നിന്ന് സാറ് കാണുന്നുണ്ടോ നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ? അങ്ങനെയുള്ളവർക്കും സ്ഥാനം ഉണ്ടായിരുന്നില്ലേ? A.K. ആന്റണിയെ കുറിച്ച് പറഞ്ഞിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? കരുണാകരനുണ്ടായിരുന്ന സമയത്താണ് A.K. ആന്റണിയെ കുറിച്ച് സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയം നടത്താൻ സുധീരൻ വേറൊരു ആളിനെ. അങ്ങനെയാണെങ്കിൽ UDF നമുക്കിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ സാറിനെ പോലെ ഒരു വളരെ സൂക്ഷ്മമായിട്ട് കാണുന്ന ഒരാൾ. ഞാനത്ര സൂക്ഷ്മമായിട്ട് കാണുന്ന ആളല്ല. UDF ഒരു പരിധിവരെ ഈ ആധ്യാത്മിക ആചാര്യന്മാര് പൊളിറ്റിക്സിൽ ഇടപെടരുതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. UDF-നകത്ത് പ്രതീക്ഷ നൽകുന്ന ഏത് ലീഡറുണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ പുതിയ കുട്ടികളെ തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടാവും. അവിടെയാണ് ഈ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനിറ്റോക്രസിക്കെതിരെയായിട്ടുള്ളവർ, ജെനിറ്റോക്രസിക്കെതിരെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അധികാരത്തിൽ വന്ന് ഈ ഉപജാപ സംഘത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ പാർട്ടിയെ തന്നെ ഭരിക്കുകയാണ്. അവര് ഈ ഇപ്പോൾ ഒരു ചെറിയൊരു വാക്കാലം 75 വയസ്സ് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം, സജീവ രാഷ്ട്രീയം മാറ്റണമെന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ? പക്ഷേ കോൺഗ്രസിനകത്ത് സാർ, ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളം കോൺഗ്രസിനകത്ത് ഒരു 2ാം തലമുറ വലിയൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്, സാമാന്യം ഭേദപ്പെട്ട ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇതുവരെ സോഫാർ അവർ ഒരു സംശുദ്ധിയുള്ള ഒരു കൾച്ചർ ഉണ്ട്, അവർക്ക് കാര്യക്ഷമതയുണ്ട്, കാര്യങ്ങൾ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനുഷ്യനോട് പെരുമാറാൻ അറിയുന്നുണ്ട്. ഈ ധാർഷ്ട്യം, ധിക്കാരം തുടങ്ങിയ സംഗതികൾ ഇതുവരെയെങ്കിലും ഇല്ല. അങ്ങനെ ഒരു ടീം വരുന്നത് വരെ കാത്തിരിക്കണോ? അവര് ആ ഒരു 1ാം നിരയിൽ എത്തുന്നത് വരെ തൽക്കാലം UDF-ലെ സാധ്യത, LDF-ലെ സാധ്യത പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം ഞാൻ ഇപ്പോഴത്തെ ഒരു കാര്യം പറയാം. UDF-ലെ സാധ്യത, LDF സാധ്യത എന്ന് പറയുന്നതിന് ഞാനിപ്പോൾ ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാൻ അവസാനിപ്പിക്കേണ്ട നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഇപ്പം ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ നിന്നാണ് പോകുന്നത്. സെൻറ്റ് ജോസഫ് സ്കൂൾ എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ മിഷണറി സ്കൂളാണ്. അച്ഛന്മാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, അവിടെ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും ഇല്ല. ഒരു സമരം വരണമെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് ഏതെങ്കിലും സ്കൂളിൽ വന്ന് കുട്ടികൾ ഇറക്കിയാൽ മാത്രമേ നമുക്ക് പുറത്തിറക്കാൻ പറ്റുന്നുള്ളൂ. അവിടെ നിന്നാണ് MG കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് തുറന്ന് വിട്ടപ്പെട്ടു. എക്സ്ട്രീം ആയിട്ടുള്ള. അപ്പം അവിടെ വിട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ബാലഗോപാൽ എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു കുട്ടി, ബാലേട്ടൻ എന്ന് എല്ലാവരും വിളിക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും സൗമ്യമായിട്ട് മനുഷ്യനോട് ഇടപെടുന്ന ഒരാൾ. അപ്പോൾ അന്ന് ഞങ്ങൾ അദ്ദേഹത്തിൽ ആകർഷണമായിട്ട് അദ്ദേഹത്തെ ചെയർമാനായി, പിന്നെ കൗൺസിലറാവുന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാവുന്നു. ഇതിനൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിയിറക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. പക്ഷേ ഇദ്ദേഹം പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ അന്ന് തന്നെ എനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ഇദ്ദേഹം ഒരു വലിയ ഒരു രാഷ്ട്രീയക്കാരനാവേണ്ട ആളാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷേ പിൽക്കാലത്ത് അത് സംഭവിക്കുകയും ചെയ്തു. ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം അപ്പൊ ഈ ഇദ്ദേഹത്തെ പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ വീണ്ടും ആക്രമണം ഉണ്ടായിട്ട് നമ്മളെ പോലുള്ളവർക്കൊന്നും പാർട്ടിയിലും അല്ല ഒരു സ്റ്റുഡൻസ് ഫെഡറേഷനിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പിൻവാങ്ങേണ്ടതായിട്ട് മാറുന്നു. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ വെറുത്ത് പോകുന്ന രീതിയിലുള്ള ഒരു പിന്നീട് ഞാൻ തുടർന്ന് അവിടെ തന്നെയാണ് പഠിച്ചത്. 3 കൊല്ലത്തോളം ഏതാണ്ട് 2 കൊല്ലത്തോളം അടച്ചിട്ടു. മനസ്സിലായി. പരസ്പരം ഈ വെട്ടിക്കയറുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിലേക്ക് വ്യക്തിയുടെ ഒരു പ്രാധാന്യം, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ബാലഗോപാലിനെ കുറിച്ച് അതേ പ്രതീക്ഷ സാർ ഇപ്പോഴും പുലർത്തുന്നുണ്ടോ? ഇപ്പൊ ഈ വീണ്ടും ഒരു പ്രതീക്ഷ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് നേരത്തെ വരാൻ പോകുന്ന സുധാകരനെ പോലെയുള്ള ഒരാളോ അല്ലെങ്കിൽ മറ്റ് പലരെയും തന്നെ ഈ മെയിൻ രാഷ്ട്രീയത്തിലേക്ക് വരാത്ത രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം സൈഡ് ലൈൻ ചെയ്ത് വിട്ടു. അപ്പൊ ഇനി അടുത്ത യുവാക്കളുടെ ഒരു നിര വന്ന് അവരുടെ ആധിപത്യം ഉണ്ടായിക്കഴിഞ്ഞു. കൂട്ടത്തിൽ ഇനി യോഗ്യരായിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ബാലഗോപാലിന് വരും മുഖ്യമന്ത്രിയാണ്. അവിടെയും നേരത്തെ പറഞ്ഞ പ്രായത്തിന്റെ അതുകൊണ്ട് ഒഴിയാനായിട്ട് തയ്യാറാണ്. മെറിറ്റിൽ വരികയാണെങ്കിൽ ബാലഗോപാലിന്റെ ആ ഒരു കാലിബറിൽ നിർത്താവുന്ന അതിന് അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ജെനിറ്റോക്രസിക്ക് എതിരായിട്ട് നമ്മൾ ചിന്തിക്കണം. മാഫിയകൾ ഇല്ലാതാവണം. 75 വയസ്സ് കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി
എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി മാറും എന്ന് തന്നെയാണ്, പ്രധാനമന്ത്രി മാറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ടേണിലേക്ക് ആണെങ്കിൽ ഇതുപോലെയുള്ള പുതിയ ആൾക്കാർ. അപ്പം സാറ് കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ സാർ എന്താണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, കോൺഗ്രസ്സിൽ ഞാൻ പറയുന്നത് ഈ രണ്ടാം നിരയിൽ വരുന്നവരെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് UDF വലിയ പ്രതീക്ഷയിലാണ്. അടുത്ത 2026 അവർ അധികാരത്തിൽ വരും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ 2 പേരുകളാണ്. ഒന്ന് VD സതീശനും ഒന്ന് രമേശ് ചെന്നിത്തലയുമാണ് 2 പേരുകളുള്ളത്. മറ്റുള്ളവരൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്ലെയിം ചെയ്യാൻ വരും തോന്നുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് സൈഡായിട്ടുണ്ട്. ഈ 2 പേരിൽ ആരായിരിക്കും ഭേദം? അതിനേക്കാൾ മറ്റേ കുറച്ചുകൂടെ യുവതലമുറയിലേക്ക് പോകാനായിട്ട് എന്താണ് സാധ്യത? പക്ഷേ ഈ ഇമ്മീഡിയറ്റ്ലി അങ്ങോട്ട് പോകുമോ സാർ? ഇപ്പോഴത്തെ അവസ്ഥ സാർ, നമ്മൾ ആ മോഹം ശരിയാണ്. നമ്മുടെ സത്യത്തിൽ മലയാളത്തിന് വലിയ പ്രതീക്ഷയുണ്ട് രണ്ടാം നിരയിലുള്ള. അപ്പോൾ മാത്യു കുഴൽനാടൻ തൊട്ട് PC വിഷ്ണുനാഥ്, M ലിജു, ഒരു പുതിയ ടീം വരും, ഷാഫി പറമ്പിൽ, അവരൊക്കെ തന്നെ താരതമ്യേന കൊള്ളാവുന്ന ഒരു ടീമാണ്. അവരിൽ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു ടീം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിലോളം മറ്റു കക്ഷികൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അന്നത്തെ യുവാക്കളെല്ലാം പക്ഷേ എനിക്ക് തുടക്കക്കാരായതുകൊണ്ട് ഇതേ കാര്യം എന്തുകൊണ്ട് UDF ചെയ്തു തീർച്ചയായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ ചെയ്യുമായിരിക്കും അല്ലേ, അത്തരം നീക്കങ്ങൾ നടത്തുമായിരിക്കും. മൂന്നാമത്തെ ഒരു സാധ്യത എന്താണ് കേരളത്തിലെ BJPയുടെ ഭാവി? BJPയുടെ സാധ്യത എന്ന് പറയുന്നത് ഇത് രണ്ടിനിടയിൽ ഞെരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണല്ലോ ഉള്ളത്. ഞെരുങ്ങി പോകുന്നുണ്ട്. അപ്പൊ കാരണം നമ്മള് ഒരു വലിയൊരു പരിധിവരെ ഈ UDF LDF അഡിക്റ്റഡ് ആണല്ലോ. പക്ഷെ ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് കേരളം ആഗ്രഹിക്കുന്നു. അതെ, അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയാത്തൊരു പ്രശ്നം രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ കുറച്ചു മുമ്പ് 2020 എന്ന് പറഞ്ഞൊരു സംയുക്ത രാഷ്ട്രീയം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ആള് സാബു എന്ന് പറഞ്ഞ ആള് മുന്നോട്ട് വന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ മുന്നണികളും ചേർന്ന് അതിനെ ഞെരുക്കി തകർത്ത് നാടിനെ വിട്ടു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. അതാണ് നേരത്തെ പറഞ്ഞ മെറിറ്റോക്രസിയുടെ എതിരെയുള്ള പ്രവർത്തനം. അതൊരു ബോധവൽക്കരണം തന്നെയാണ്. ഉണ്ടായാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ. തീർച്ചയായിട്ടും. ഏതായാലും ഡെമോക്രസിയുടെ മേൽ അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒരു ഒരു കറക്ഷൻ ഫോഴ്സ് എന്ന നിലയിൽ ഈ പറഞ്ഞ അപ്പോൾ ജനം അർഹിക്കുന്നവരായിരിക്കും ചിലപ്പോൾ അവരുടെ പ്രതിനിധി എന്നുള്ളത്. അപ്പോൾ ജനത്തിന്റെ അർഹത കൂട്ടണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിക്കാം. തീർച്ചയായിട്ടും. സത്യത്തിൽ നമ്മളിപ്പോ ഈ രാഷ്ട്രീയ പാർട്ടികൾ നന്നാവുക എന്നത് രാജ്യത്തിന്റെ ആവശ്യമായതുകൊണ്ടേ ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും ബോധവൽക്കരണവും ഒക്കെ എല്ലാ തലത്തിലും നടത്തേണ്ടതുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൽ ആത്മീയ ആചാര്യന്മാർക്ക് വലിയ പങ്കില്ലേ? ആത്മീയ ആചാര്യന്മാര് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മറ്റേ സാറുമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ മുഹമ്മദ് നബിയാണ് അക്കാര്യത്തിൽ വിജയിച്ച ആള് അല്ലേ. അദ്ദേഹം ആത്മീയ ആചാര്യനായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭരണത്തിന്റെ നേതൃത്വവും അല്ലെങ്കിൽ ഭരണത്തിന്റെ തലവനായിരുന്നു, സൈനിക തലവനായിരുന്നു, ഒരേ സമയത്ത് ചെയ്യുകയുണ്ടായി. അപ്പൊ അതുപോലെ എന്തുകൊണ്ട് ഗാന്ധിജി ചെയ്തില്ല? ഗാന്ധിജി മറ്റേ ആത്മീയത ഉള്ള ഒരു മനുഷ്യനാണല്ലോ. അദ്ദേഹം എന്തുകൊണ്ട് അധികാരത്തിലേക്ക് വരാൻ ശ്രമിച്ചില്ല? അത് ഇന്ത്യയെ പോലെ കൾച്ചറിൽ. അതെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം തുടർന്ന് വരുന്ന ഖലീഫമാരെ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹം കാരണമായില്ലേ? അതുകൊണ്ട് അപ്പൊ അവിടെ അത് ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വേറെ രാജാക്കന്മാരാണ് ഇവിടെ ഭരിച്ചിരുന്നത് ഓൾറെഡി തന്നെ. ഇവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാൻ മാത്രമേ ഗുരുക്കന്മാർക്ക് ഉള്ള അവകാശം ഉണ്ടായിരുന്നു അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗുരുമുഖത്ത് നിന്നുള്ള ഉപദേശങ്ങളും കൂടി നമ്മുടെ ജനാധിപത്യത്തിന് ആവശ്യമുണ്ട്. അത് സ്വീകരിക്കാൻ ആദ്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ ബഹുജനങ്ങളും തയ്യാറായാൽ കുറെ കൂടി ഒരു തുറന്ന ആകാശം അല്ലേ, ഒരു തെളിഞ്ഞു കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള മെറിറ്റോക്രസിയിലേക്ക് ആൾക്കാരുടെ ചിന്ത, മെറിറ്റോക്രസി തീർച്ചയായിട്ടും. മെറിറ്റുള്ള ആളുകൾ എല്ലാ മേഖലയിലും അധികാരത്തിലേക്ക് വന്നാൽ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു അതായിരിക്കട്ടെ നമ്മുടെ ഒരു ടോക്കൺ. എന്റെ ജാതിക്കാരനാണോ, എന്റെ മതക്കാരനാണോ, എന്റെ ഗ്രൂപ്പുകാരനാണോ, അല്ലെങ്കിൽ എന്റെ അധമ ചിന്തകളുള്ള ഒരാളാണോ എന്ന് നോക്കുന്നതിന് പകരം രാജ്യത്തിന് ഗുണം ചെയ്യുന്ന പ്ലസ് പാർട്ടിക്കും ഗുണം ചെയ്യുന്ന മെറിറ്റുള്ള ഉന്നതമായിട്ടുള്ള ഒരു ഗായകനും അതിൽപ്പെടുത്താവുന്ന ആളാണ്. തീർച്ചയായിട്ടും. നല്ല ഗായകര്, ശാസ്ത്രജ്ഞനെയും പെടുത്താവുന്നതാണ്, സയന്റിസ്റ്റ്, കലാകാരന്മാര് അല്ലെ, എല്ലാരെയും പെടുത്താവുന്നതാണ്. അത്തരത്തിൽ മെറിറ്റുള്ള ആളുകൾ ജനാധിപത്യത്തിലേക്ക് കടന്നു വരട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ അവരെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവണം എന്നുള്ളത് ഉണ്ടാവണം. നമ്മൾ ആവശ്യകതയും കൂടെയാണ് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി സാർ, സന്തോഷം.